വെൽക്കം ബാക്ക് ടു സൈലോ ലേണിംഗ്. അഖില മിസ് ആണ്. യെസ്, നമ്മുടെ 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് എത്തി നിൽക്കുന്ന മക്കളാണ് ഇന്ന് മിസ്സിന്റെ മുമ്പിൽ ഇരിക്കുന്നത് അല്ലെ. അതായത് നമ്മുടെ UP വിഭാഗത്തിലേക്ക് കടന്നിരിക്കുന്ന മക്കളാണ്. മക്കൾ തന്നെ ആലോചിക്കുക, LP നിന്ന് UP യിലേക്ക് മാറി, വലിയ മക്കളായിട്ട് മാറി. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും, ഈ ഒരു വർഷം നമുക്ക് പഠിച്ചെടുക്കാനായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇതാ നമ്മുടെ വെക്കേഷൻ ടൈം ആയിരുന്നു, ഇപ്പോഴും വെക്കേഷൻ തന്നെയാണ്. അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും, എല്ലാവരും പല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടാവും, എൻജോയ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഇതാ കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ സ്കൂളിൽ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലെ. അപ്പൊ എല്ലാവരും മിക്കവാറും ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പുതിയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, തുറന്ന് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും എത്ര ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട്, അതായത് എത്ര സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, LP നിന്ന് UP യിലേക്ക് വന്നു, 4 നിന്ന് 5ലേക്ക് എത്തി, എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തോരം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. യെസ്, നമ്മുടെ പുതിയ പാഠപുസ്തകം അല്ലെ, നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ബേസിക് സയൻസിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഈ 4ാം ക്ലാസ്സിൽ നമ്മൾ ബേസിക് സയൻസ് പഠിച്ചിട്ടില്ലല്ലോ അല്ലെ. അപ്പൊ 5ാം ക്ലാസ്സിൽ ഇതൊരു പുതിയ സബ്ജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 4ല് നമ്മൾ EVS എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും എക്സാം എഴുതിയത് EVS എന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ ആ EVSന് പകരമായിട്ട് നമ്മുടെ 5ലേക്ക് വരുമ്പോൾ നമുക്ക് പുതിയ 2 സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. ഒന്നിപ്പം മിസ് പറഞ്ഞിട്ടുള്ള നമ്മുടെ ബേസിക് സയൻസ് ആണ്, നമ്മുടെ അടിസ്ഥാന ശാസ്ത്രമാണ്. മറ്റൊന്ന് നമ്മുടെ എന്താണ്, സോഷ്യൽ സയൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് ബേസിക് സയൻസ് അല്ലെങ്കിൽ നമ്മുടെ സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സയൻസിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അല്ലെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുള്ള മക്കള് അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ള മക്കള് മനസ്സിലാക്കിയിട്ടുണ്ടാവും അതിനകത്തുള്ള ചാപ്റ്റേഴ്സിന്റെ പേരുകളൊക്കെ അല്ലെ. ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടാവും എന്താണ് ഈ ഒരു ടെക്സ്റ്റിനകത്ത് ഉള്ളത് എന്നൊക്കെ അല്ലെ. എന്നാൽ ഇതുവരെയും വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലാത്ത അല്ലെങ്കിൽ ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാത്ത ആളുകളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, നമ്മുടെ ബേസിക് സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വർഷം നമ്മുടെ ബേസിക് സയൻസ് പഠിച്ചു തുടങ്ങേണ്ടത്? മക്കൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ബേസിക് സയൻസ് പഠിച്ചു തുടങ്ങുവാണ്. അതായത് ഇനിയുള്ള വർഷങ്ങളിൽ 6ലും 7ലും ഒക്കെ നമുക്ക് എന്താണ്, ഈ ഒരു വിഷയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അല്ലെ. നമ്മൾ അടിപൊളിയായിട്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ എന്ത് ചെയ്യണം, പഠിച്ച് സെറ്റ് ആയിട്ട് വേണം ഇനി മുന്നോട്ട് പോവാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ക്ലാസ്സുകളിലും വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ബേസിക് സയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, സംഭവം ഇതെന്താണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, നമുക്ക് എന്താണ് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സയൻസ് അല്ലേ, നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. പക്ഷേ മക്കൾക്ക് എന്താണ്, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇതിനകത്ത് ഒരുപാട് പുതിയ വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു വരുന്നുണ്ട് അല്ലെ. നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് ടേംസ് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മളൊന്ന് ഫെമിലിയർ ആക്കേണ്ടതുണ്ട്. അതെങ്ങനെയാ നമ്മൾ പഠിച്ചെടുക്കുന്നത്, സാവധാനം വളരെ സാവധാനം ഓരോ കോൺസെപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചിട്ട് മുന്നോട്ട് പോകണം. അത് മുന്നോട്ട് പഠിച്ചു പോകുന്നതിനനുസരിച്ച് അതിനകത്ത് പറയുന്ന ടേംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങും, വരാനായിട്ട് തുടങ്ങും. നമുക്ക് പിന്നീട് അത് എന്ത് ചെയ്യില്ല, ഒരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യാനേ പോകുന്നില്ല. ഇത് മിസ് ആദ്യമേ പറയാൻ കാരണം, എല്ലാ മക്കളും ബേസിക് സയൻസ് പഠിക്കുന്ന സമയത്ത് മക്കളൊക്കെ പറയുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു പുതിയ വാക്കുകളുടെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയിട്ടുള്ള മക്കൾ ഓൾറെഡി അതിനകത്തുള്ള എന്താണ് ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കിയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒന്ന് മറിച്ചിട്ട് നോക്കിയിട്ടുള്ള ആളുകൾ ഇപ്പൊ തന്നെ എന്താണ് ഈ പറഞ്ഞ കാര്യം കണക്ട് ചെയ്തിട്ടുണ്ടാവും. കാര്യം ആ ഒരുപാട് വാക്കുകൾ അവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വളരെ സിമ്പിൾ ആണ്. നേരത്തെ മിസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷേ തുടക്കം മുതൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ തന്നെ വേണം. എവിടെയും നമ്മൾ ട്രാക്കിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, വിട്ടു പോവാനായിട്ട് പാടില്ല. ആ ഒരു വിഷയം മാത്രമേ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യേണ്ടതുള്ളൂ, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം അല്ലെ. മക്കളും ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതാ ഇവിടെ നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാടാ. നമ്മുടെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പാർട്ട് 1 അല്ലെ, അടിസ്ഥാന ശാസ്ത്രത്തിന്റെ ഭാഗം 1 എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്കിതാ ഇത്രയും ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ
ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ ചെയിൻ ഓഫ് ലൈഫ് ആണ് അല്ലെ, ഒറ്റയല്ല ഒരു ജീവിയും. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മളുടെ ആവാസ വ്യവസ്ഥയും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും തമ്മിലുള്ള ആ ഒരു പരസ്പര ആശ്രയത്തിനെ പറ്റി, നമ്മുടെ ഫുഡ് ചെയിൻ കാര്യങ്ങൾ മുതലായിട്ടുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. 4ാം ക്ലാസ്സിലെ EVS നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെ അഡാപ്റ്റേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അതിനകത്ത് കുറച്ചും കൂടെ പുതിയ കോൺസെപ്റ്റുകളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പുതിയ വാക്കുകളൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ തുടക്കം മുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി എന്ത് ചെയ്താൽ മതി, പഠിച്ചെടുത്താൽ മാത്രം മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് എവേ ഫ്രം ഡിസീസസ് ആണ് അല്ലെ, വ്യാധികൾ പടരാതിരിക്കാൻ. ആ പേര് പോലെ തന്നെ പകർച്ചവ്യാധികളെ പറ്റിയും അത് പടരുന്ന സാഹചര്യങ്ങളെ പറ്റിയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് വരാതിരിക്കാനുള്ള അല്ലെ എന്തൊക്കെ മുൻകരുതലുകൾ ഉണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു എന്താണ് സിറ്റുവേഷൻ വെച്ചിട്ട് ഈ ഒരു ചാപ്റ്ററിന് ഒരുപാട് എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പഠിക്കും. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് ലൈഫ്, ജലം നിത്യജീവിതത്തിൽ അല്ലെ. ഇപ്പൊ വാട്ടർ, ജലം എന്ന് പറയുന്നത് എന്താണ്, ചില്ലറക്കാരനൊന്നും അല്ല. നമ്മൾ എപ്പോഴും എവിടെ ഏത് വർഷത്തിൽ നമ്മൾ സയൻസ് പഠിക്കുമ്പോഴും അവിടെയൊക്കെ വാട്ടർ, ജലത്തിനെ പറ്റിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. കാരണം അത്രയ്ക്ക് പ്രത്യേകതകളുള്ള, അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള അല്ലെ, നമുക്ക് ജീവൻ നിലനിർത്താൻ വേണ്ട ഒരാൾ കൂടിയാണ് ആര്, നമ്മുടെ വാട്ടർ, നമ്മുടെ ജലം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സവിശേഷതകളും കാര്യങ്ങളും ഒക്കെ സയൻസിൽ അല്ലെ, ബേസിക് സയൻസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താണ്, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പോലും അവരെ നമ്മൾ എന്ത് ചെയ്യാണ്, ശാസ്ത്രീയമായിട്ട് പഠിക്കാനായിട്ട് പോവാണ്. അപ്പൊ അങ്ങനെ ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പാർട്ടിലുള്ള, അതായത് നമ്മുടെ എന്താണ് ഈ ടെക്സ്റ്റ് ബുക്ക് ആദ്യത്തെ ഭാഗമാണ് അല്ലെ. അപ്പൊ അതിനകത്തുള്ള നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ, അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സീഡ്സ് ഓഫ് ലൈഫ് ആണ്, ജീവനുള്ള വിത്തുകൾ അല്ലെ. അതായത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, സീഡ് ജെർമിനേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ ചെടികളെ പറ്റിയും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. നിങ്ങൾ നമ്മുടെ EVSനകത്ത് യെസ്, നമ്മുടെ വിത്തിന്റെ എന്താണ്, വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന ഭാഗം അല്ലെ, വളർന്നിട്ട് പിന്നീട് എന്താവുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചൊരു ചാപ്റ്റർ ഓർമ്മയില്ലേ, അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. കുറച്ച് വലിയ ചാപ്റ്റർ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ അടിസ്ഥാന ശാസ്ത്രം, നമ്മുടെ ബേസിക് സയൻസിലെ ആദ്യത്തെ പാർട്ടിലുള്ള ചാപ്റ്റേഴ്സ് അല്ലെ, 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആ 4 എണ്ണത്തിൽ കുറച്ചെണ്ണമൊക്കെ എന്താണ്, കുറച്ച് വലുതാണ്, ചിലത് മാത്രമേ എഴുതുള്ളൂ, ചെറുതായിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഉള്ളൂ. ബാക്കി എല്ലാം എന്താണ്, കുറച്ചധികം കോൺസെപ്റ്റുകളൊക്കെ പഠിക്കാനുള്ളതാണ്. പക്ഷെ ഇതൊന്നും മിസ് പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് നമ്മൾ പഠിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആകെ ടെൻഷൻ ആവും. ഇത് എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരും. അതിനൊന്നും ആവശ്യമില്ല മക്കളെ. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ, നമ്മളൊരു ചൊല്ലില്ലേ, പയ്യെ തിന്നാൽ പനയും തിന്നാം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് മിസ്സിന് അറിയില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ കാര്യങ്ങളെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് സെറ്റ് ആക്കിയിട്ട് മുന്നോട്ട് പോവാനായിട്ട് പറ്റും. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മുഴുവൻ ടീമും അല്ലെ, നമ്മുടെ സൈലത്തിന്റെ മുഴുവൻ ടീമും ഇതാ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ 5ാം ക്ലാസ്സിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അവരുടെ അടുത്തൊക്കെ കാര്യങ്ങളൊക്കെ പറയാ. നമ്മുടെ ഈ ക്ലാസ് 5 ചാനൽ അല്ലെ, എന്ത് ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടണം. എന്നാൽ മാത്രമേ ഇതിനകത്ത് വരുന്ന വീഡിയോസും ഇനി നമ്മൾ ലൈവ് ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് കൃത്യസമയത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കിട്ടാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ മിസ് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. യെസ്, നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നമ്മുടെ സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആണ് യെസ്, നമ്മളുടെ സ്വന്തം പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ പൃഥ്വി ബാച്ചിൽ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചു തുടങ്ങുന്നത് അല്ലെ. അവിടെ ഓരോ ചാപ്റ്റേഴ്സിന്റെയും ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഒക്കെ ഉണ്ടായിരിക്കും. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഓൾറെഡി മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പൊ പാരന്റ്സിനാണെങ്കിലും നമ്മുടെ പ്രോഗ്രസ് ഒക്കെ തിരിച്ചറിയാനുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ പൃഥ്വി ബാച്ചിന്റെ പ്രത്യേകതയാണ് അല്ലെ. യൂണിറ്റ് ടെസ്റ്റുകൾ, അതുപോലെ മോഡൽ എക്സാമിനേഷൻസ്, ഇതൊക്കെയുള്ള നമ്മുടെ ബാച്ചിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇനി നിങ്ങൾ ആരും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാ എന്ത് ചെയ്യുക, നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റ്
പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. നമുക്ക് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് നമ്മുടെ ക്ലാസ് 5 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. നിങ്ങൾ ആലോചിക്കുക, UP-യിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ അല്ലെ. അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ആക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ബേസിക് സയൻസ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഉഷാറായിട്ടിരിക്കുക, പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തും ഈ കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാടാ. ബേസിക് സയൻസിലെ കുഞ്ഞു 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 കാര്യങ്ങൾ മുതൽ അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എല്ലാ കോൺസെപ്റ്റുകളും നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചിട്ട് മുന്നോട്ട് പോകണം. സോ നമുക്ക് വീണ്ടും കാണാം. ബൈ.